View this video in English, please visit the link above. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും എൻ്റെ ചാനലായ ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൗമ്യ ഹരികൃഷ്ണൻ. നമ്മളിപ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ്? എവല്യൂഷൻ അഥവാ പരിണാമം. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ എവല്യൂഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും തുടർന്നുള്ള വീഡിയോസിൽ അതിൻ്റെ എവിഡൻസസിനെ കുറിച്ചുള്ള ഡിസ്കഷനും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പാലിയന്റോളജിക്കൽ എവിഡൻസസ് അല്ലെങ്കിൽ ഫോസിൽ എവിഡൻസ് കണ്ടു. അത് കഴിഞ്ഞ് എംബ്രിയോളജിക്കൽ എവിഡൻസും അനാട്ടമി ആൻഡ് മോർഫോളജിക്കൽ സിമിലാരിറ്റീസും നോക്കി. ഇന്ന് നമുക്ക് ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ എവിഡൻസസിനെ കുറിച്ച് പഠിക്കാം. ഈ ഫിസിയോളജിക്കൽ ഓർ ബയോകെമിക്കൽ എവിഡൻസസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പല ഓർഗാനിസത്തിൻ്റെയും ഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ലൈഫ് പ്രോസസ്സ് അല്ലേ? അത് പഠിക്കുകയാണെങ്കിലും അല്ല അവരിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും ആ കെമിക്കൽ സബ്സ്റ്റൻസസും പഠിക്കുകയാണെങ്കിലും നമുക്ക് കുറേയൊക്കെ അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും. അത് എവല്യൂഷൻ നല്ലൊരു ടൂളാണ്. ഇവിടെ നമുക്ക് നോക്കാം മെറ്റാബോളിക് പ്രോസസ്സസ്. മെറ്റാബോളിക് പ്രോസസ്സസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ലൈഫ് പ്രോസസ്സസ്. അതായത് എല്ലാ ഓർഗാനിസത്തിലും ഡൈജഷൻ, അബ്സോർപ്ഷൻ, ദെൻ റെസ്പിറേഷൻ, മോളിക്കുലാർ മൂവ്മെൻറ്റ്, മസ്കുലാർ മൂവ്മെൻറ്റ്, നെർവ് കണ്ടക്ഷൻ, എക്സ്ക്രീഷൻ, എല്ലാ ലൈഫ് പ്രോസസ്സസും നടക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ വേർട്ടിബ്രേറ്റ്സിലാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം വേർട്ടിബ്രേറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ഒരു ഗ്രൂപ്പാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസത്തിനും ഈ മെറ്റാബോളിക് പ്രോസസ്സ് സെയിം ആണ്. അവരുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് സെയിം ആണ്. ഇൻവോൾവ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് സെയിം ആണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവരെല്ലാം റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അവർക്കൊരു കോമൺ ആൻസസ്റ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എൻസൈംസ് പഠിച്ചാലും ഹോർമോൺ പഠിച്ചാലും ബ്ലഡും ലിംഫും പഠിച്ചാലും ഇതെല്ലാം എല്ലാ ഓർഗാനിസം വേർട്ടിബ്രേറ്റ്സിലൊക്കെ മോർ ഓർ ലെസ് സെയിം ആണ്. ഇനി ബ്ലഡ് പ്രോട്ടീൻസ് നോക്കിയാലോ, എല്ലാ മാമൽസിലും സെയിം ആണ്. അപ്പോൾ അവർ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്സ് നമുക്കറിയാം. നമ്മുടെ ബോഡിയിൽ 4 തരം ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലേ? എ ബി ആൻഡ് ഒ. അതേസമയം നമ്മൾ ഏപ്സിൽ നോക്കുകയാണെങ്കിൽ അവർക്കും ഉണ്ട് എയും ബിയും ബ്ലഡ് ഗ്രൂപ്പ്. അതേസമയം മങ്കീസിൽ അതില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഏപ്സുമായിട്ടാണ് കൂടുതൽ അടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ വരുന്ന മറ്റൊരു പോയിന്റാണ് മോളിക്കുലാർ ഹോമോളജി. ദാറ്റ് മീൻസ് നമ്മുടെ മോളിക്കുലാർ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും. അപ്പോൾ മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിൻലി നമ്മുടെ DNA. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ DNA എടുക്കുക, അതിനെ നമ്മൾ ഒരു ചിമ്പാൻസിയുടെ DNA ആയിട്ട് നമ്മളിപ്പോൾ സീക്വൻസിങ് ഒക്കെ കഴിഞ്ഞല്ലോ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 1.8% ബേസ് പെയറിലെ ഡിഫറൻസേ ഉള്ളൂ നമ്മൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതായത് 1.8% ബേസ് പെയർ ഒഴിച്ച് ബാക്കി എല്ലാ ബേസ് പെയർസും സെയിം ആണ്. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, അഥവാ നമുക്കൊരു കോമൺ ഇമ്മീഡിയറ്റ് ആൻസസ്റ്റർ ഉണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ മോളിക്കുലാർ ജെനറ്റിക്സിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ് പഠിച്ചില്ലേ? അപ്പോൾ അവിടെ നമ്മളൊരു സെൻറ്റൻസ് പഠിച്ചു, ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. അതെന്താണ്? ഒരു കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന അമിനോ ആസിഡ് എല്ലാ ഓർഗാനിസത്തിലും സെയിം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു എവല്യൂഷണറി എവിഡൻസ് അല്ലേ? ഒരു കോമൺ ആൻസസ്ട്രിയിലായിട്ടല്ലേ വിരച്ചുകൊണ്ടുന്നത്? അപ്പോൾ ഇതെല്ലാം എവല്യൂഷനെ എവിഡൻസ് ആയിട്ട് എടുക്കാം. ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ എവിഡൻസസ്. അടുത്തൊരു എവിഡൻസ് ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസ് ആണ്. ബയോജിയോഗ്രാഫി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ എർത്ത്. അപ്പോൾ അത് നമുക്കറിയാം, ചില ആനിമൽസ് ചില സ്ഥലത്ത് മാത്രമേ കാണുള്ളൂ, ചിലയിടത്ത് എല്ലായിടത്തും കാണാൻ പറ്റും അല്ലേ? നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടായ ഒരു ലാൻഡ് മാസ് ഉണ്ടായിരുന്നു, ഒരൊറ്റ ലാൻഡ് മാസ് ആയിരുന്നു. അതായിരുന്നു പാൻജിയ, ഒറ്റ കോണ്ടിനെൻറ്റ്. പിന്നെ പാലിയോസോയിക്കിൻ്റെ അവസാനം മീസോസോയിക്കിൻ്റെ ആദ്യം ആയപ്പോഴേക്കും ഈ പാൻജിയ ഡിവൈഡ് ചെയ്തു. രണ്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തു, ലോറേഷ്യം ആൻഡ് ഗോഡ്സ്വാന ലാൻഡ്. പിന്നെ അത് വീണ്ടും ഫർദർ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ പല പല കോണ്ടിനെൻറ്റ്സ് ഉണ്ടായി. ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവ പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്തു. മീൻസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് സെപ്പറേറ്റ് ആയി പോകാൻ തുടങ്ങി. അപ്പോൾ അതിനിടയിൽ ജിയോഗ്രാഫിക്കൽ ഐസൊലേഷൻ വന്നു. എന്തെങ്കിലും ബാരിയർ, അത് ഓഷ്യൻ ആയിരുന്നു അല്ലെങ്കിൽ സീ അല്ലെങ്കിൽ ഡെസേർട്ട്, അങ്ങനെ എന്തെങ്കിലും ബാരിയേഴ്സ് വന്ന് എൻറ്റയർലി സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ ലാൻഡ് സെപ്പറേറ്റ് ആയി ഡിസ്റ്റിങ്ക്റ്റ് ആകുന്നതിനോടൊപ്പം തന്നെ ആ ലാൻഡിലുണ്ടായിരുന്ന ആനിമൽസും ഡിസ്റ്റിങ്ക്റ്റ് ആവുമല്ലേ? അപ്പോൾ പിന്നീട് പല ഘട്ടത്തിലും ഇവയെല്ലാം വന്ന് പരസ്പരം ചേരാനും സാധ്യതയുണ്ടായിരുന്നു, കൂടുതൽ അകന്നു പോവുകയും ചെയ്തു. അപ്പോൾ പലപ്പോഴും ആനിമൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അത് ബാധിച്ചു. ചിലതൊക്കെ വളരെ അടുത്തുള്ള കോണ്ടിനെൻറ്റ്സ് ആയിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ്സ് എളുപ്പമായിരുന്നു. ചെറിയ സീ ഒക്കെ ആയിരുന്നെങ്കിൽ ആനിമൽസ് ക്രോസ് ചെയ്ത് പോയ സംഭവങ്ങളുണ്ട്. അതേസമയം ഒത്തിരി ദൂരോട്ട് പോയ സ്ഥലങ്ങളിലൊക്കെ ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒറ്റപ്പെട്ട അവിടെ ഒരു യുണീക്ക് കൈൻഡ് ഓഫ് ഫ്ലോറയും ഫോണയും ഉണ്ടാവുകയാണ് ഉണ്ടായത്.
ഇനി നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ അനുസരിച്ച് നമ്മുടെ ബയോജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷനെ ബയോജിയോഗ്രാഫിക്കൽ റെലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ റെലംസ് 6 തരത്തിലുണ്ട്. അതായത് ഓസ്ട്രേലിയൻ, നിയോട്രോപ്പിക്കൽ, എത്യോപ്യൻ, ഓറിയന്റൽ, പാലിയാർട്ടിക് ആൻഡ് നിയാർട്ടിക്. ഇതൊന്നും പൊളിറ്റിക്കൽ ബൗണ്ടറി ആയിട്ട് യാതൊരു ബന്ധമില്ല. ഇത് ബയോജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്ത് മാത്രമുള്ള ക്ലാസിഫിക്കേഷനാണ്. ബയോജിയോഗ്രാഫിക് എവിഡൻസിലെ ആദ്യത്തെ ആർഗ്യുമെന്റ് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന പേരിലുള്ളതുപോലെ തന്നെ ആനിമൽസ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ കോണ്ടിനെന്റിലും എല്ലായിടത്തും ഇവരെ കാണാൻ പറ്റില്ല. യൂണിഫോമലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ചിലയിടത്തുണ്ട്, ചില കോണ്ടിനെന്റിലുണ്ട്, ചിലയിടത്തില്ല. അതിന് നമുക്ക് 2 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് അലിഗേറ്റർ, രണ്ടാമത്തെ ലങ് ഫിഷ്. അലിഗേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ എവിടെയാണ് ഇപ്പോൾ കാണുന്നത്? US, സൗത്ത് ഈസ്റ്റ് US-ലും ചൈനയിലും ഈസ്റ്റേൺ ചൈനയിലും മാത്രമാണ് കാണുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. പണ്ട് ഇവരെ ഏഷ്യയിലും അമേരിക്കയിലും മുഴുവനായിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏഷ്യയും അമേരിക്കയും തമ്മിൽ ബെറിങ് സ്ട്രൈറ്റ് എന്നുള്ള ചെറിയൊരു ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഗ്ലേസിയേഷൻ നടന്നപ്പോൾ, അതായത് ലേറ്റ് സീനോസോയിക്കിലുണ്ടായ ഐസ് ഏജിൻ്റെ സമയത്ത് ഗ്ലേസിയേഷൻ നടന്നു. അങ്ങനെ ബാക്കി എല്ലാ സ്ഥലത്തെയും ആലിഗേറ്റേഴ്സ് വൈപ്ഡ് ഓഫ് ആയി, ആ ഒരു കലാമിറ്റി കാരണം. പക്ഷേ ഈ 2 സ്ഥലത്ത് മാത്രം അവ സർവൈവ് ചെയ്തു. അപ്പോൾ പിന്നീട് എന്ത് പറ്റി? ഈ 2 കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ 2 ഭാഗങ്ങളും ഡ്രിഫ്റ്റ് ചെയ്ത് മാറിയപ്പോൾ അവർ കൂടുതൽ അകന്നുപോയി. ഇപ്പോൾ റാൻഡം മ്യൂട്ടേഷൻ 2 സ്പീഷീസിൽ സംഭവിച്ചു. അപ്പോൾ ഇപ്പോൾ അവർ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അവർ ഗോട്ട് സെപ്പറേറ്റഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഇനി വേറൊന്നാണ് ലങ് ഫിഷസ്. ലങ് ഫിഷസിനെ നമുക്ക് 3 കോണ്ടിനെൻറ്റ്സിലാണ് കാണാൻ പറ്റുന്നത്. സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക ആൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ 3 കോണ്ടിനെൻറ്റ്സ് ആദ്യം ഒന്നിച്ചായിരുന്നു അല്ലേ? എന്നിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോയപ്പോഴേക്കും ഓരോ സ്പീഷീസും ഓരോ കോണ്ടിനെൻറ്റിലേക്ക് പോയി. അവരുടേതായ മ്യൂട്ടേഷൻ സംഭവിച്ച് ഒന്ന് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായി. ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനെ തുടർന്ന് നമ്മൾ പഠിക്കുന്നതാണ് റെസ്ട്രിക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പരിമിതപ്പെടുത്തുക അല്ലേ? സോ റെസ്ട്രിക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില ഫ്ലോറ ആൻഡ് ഫോണ. ഫോണ അറിയാലോ അല്ലേ? ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ്, ഫോണ എന്ന് പറഞ്ഞാൽ ആനിമൽസ്. സോ ചില ഫ്ലോറയും ഫോണയും പ്രത്യേകതരം ഒരു ജോഗ്രാഫിക്കൽ സിറ്റുവേഷന് മാത്രമേ കാണുള്ളൂ. അവ മറ്റൊരിടത്തും തന്നെ കാണുന്നില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് മാർസുപ്പിയൽസ് ആൻഡ് മോണോട്രീംസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. നമ്മളിപ്പോൾ മാർസുപ്പിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പൗച്ച്ഡ് മാമൽസ്. അപ്പോൾ മാമൽസ് ശരിക്കും 3 തരത്തിലാണുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് മോണോട്രീംസ്. മോണോട്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഗ് ലേയിങ് മാമൽസ് ആണ്. അതിന് എക്സാമ്പിൾ അറിയോ? എക്കിഡ്ന, പ്ലാറ്റിപ്പസ് ഒക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് വന്നതാണ് മാർസുപ്പിയൽസ്. മാർസുപ്പിയൽസ് എന്ന് വെച്ചാൽ എന്താണ്? പൗച്ച്ഡ് മാമൽസ്. അതായത് നമ്മുടെ കാങ്കറൂസ് ആണ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ. ഇനി അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പ്ലസന്റൽ മാമൽസ് ഉണ്ടായത്, അതായത് ഇപ്പോഴത്തെ സാധാരണ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള മാമൽസ്. അപ്പോൾ ആദ്യം മെയിൻലാൻഡിൽ ഈ ആരെ ഉണ്ടായിരുന്നുള്ളൂ? ഈ മാർസുപ്പിയൽസ്, മോണോട്രീംസ്. അപ്പോൾ അവർ ഡ്രിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഡ്രിഫ്റ്റ് ചെയ്ത് മാറിയപ്പോഴേക്കും അവർ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന ആ ഏരിയയിലായിരുന്നു. അവരെല്ലാം എങ്ങോട്ട് പോയി? ഓസ്ട്രേലിയയിലേക്ക് വന്നു. ഇനി മെയിൻലാൻഡിൽ അവരുണ്ടായിരുന്നെങ്കിലും നമ്പർ വളരെ കുറവായിരുന്നു. അപ്പോൾ ഗ്രാജുവലി അവിടെ എന്തുണ്ടായി? എവല്യൂഷൻ നടന്നിട്ട് പ്ലസന്റൽ മാമൽസ് ഇവോൾവ് ചെയ്തു. എവിടെ? മെയിൻലാൻഡിൽ. ആ ഇവോൾവ് ചെയ്ത പ്ലസന്റൽ മാമൽസ് കൂടുതൽ അഡാപ്റ്റഡ് ആവുകയും അവ ഈ മാർസുപ്പിയൽസിനെ ഔട്ട്ബ്രീഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സ്ലോലി എഗ് ലേയിങ് മാമൽസും മാർസുപ്പിയൽസും അവിടെ ഡിസപ്പിയർ ആയി. അതേസമയം ഓസ്ട്രേലിയയിൽ അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലായിരുന്നു. അവിടെ പ്ലസന്റൽ മാമൽസ് ഇല്ല. പിന്നെ ഈ ലാർജ് ഡിസ്റ്റൻസ്, മെയിൻലാൻഡിൽ നിന്നുള്ള വലിയൊരു ഡിസ്റ്റൻസ്, നമ്മൾ ഡൗൺ അണ്ടർ എന്നല്ലേ പറയുന്ന ഓസ്ട്രേലിയ, അവർ ഒത്തിരി നമ്മളിൽ നിന്ന് വേറിട്ട് കിടക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത്രയും ആ ഡിസ്റ്റൻസ് കൊണ്ട് ഈ ആനിമൽസിനൊന്നും മെയിൻലാൻഡിലെ ആനിമൽസായിട്ട് ബ്രീഡ് ചെയ്യാനോ ഒരു മൂവ്മെൻ്റ് ഒന്നും സാധിച്ചില്ല. അപ്പോൾ അവരുടേതായ രീതിയിൽ ഓസ്ട്രേലിയയിൽ ലൈൻ ഓഫ് എവല്യൂഷൻ നടത്തി, ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് എവല്യൂഷൻ. മെയിൻലാൻഡിൽ പ്ലസന്റൽ മാമൽസ് ഇവോൾവ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു എവല്യൂഷനെ പറയുന്ന പേരാണ് ഡൈവേർജന്റ് എവല്യൂഷൻ അല്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇനി നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ അല്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ എവല്യൂഷണറി പ്രോസസ് ഇൻ വിച്ച് ന്യൂ സ്പീഷീസ് ഡൈവേർജ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ ആൻഡ് അഡാപ്റ്റ് ടു ലിവ് ഇൻ ദ ന്യൂ ഹാബിറ്റാറ്റ്. അതായത് ഇവിടെ ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ട്, ഒരേ ഒരു ആൻസെസ്റ്റർ. അതിൽ നിന്ന് പല സ്പീഷീസ് ഉണ്ടാവുകയാണ്, ന്യൂ സ്പീഷീസ്. ഒറ്റ കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് പലതരം സ്പീഷീസ് ഉണ്ടായിട്ട് ഇവരെല്ലാം ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിൽ തന്നെയാണ്, ഒറ്റ ഏരിയയിൽ ജോഗ്രാഫിക്കൽ ഏരിയക്കകത്ത് അവർ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ്. എന്നിട്ട് അവിടെ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻസ് അവരെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേർജന്റ് എവല്യൂഷൻ. ഡൈവേർജ് ചെയ്ത് പോകുന്നു, ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നു. The process of evolution of different species in an area starting from an origin or a single point and radiating towards different geographical areas or the
habitat is called adaptive radiation. That is the definition given in your NCERT. There are two examples given here. First one is the Australian marsupials. ഓസ്ട്രേലിയ ഡ്രിഫ്റ്റ് ആയ സമയത്ത് മാസൂപ്പിയൽസ് ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മാസൂപ്പിയൽ നിന്ന് പലതരത്തിലുള്ള മാസൂപ്പിയൽസ് അല്ലെങ്കിൽ പൗച്ച്ഡ് മാമൽസ് ഇവോൾവ് ചെയ്ത് വന്നു. അവർ ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് എവല്യൂഷൻ ആയിരുന്നു. എല്ലാം ഒരുപോലെ ആയിരുന്നില്ല. ചിലത് ഫൊസോറിയൽ എന്ന് വെച്ചാൽ ബറോവിങ് ഹാബിറ്റ്, മണ്ണിനടിയിൽ തുരന്ന് ജീവിക്കുന്നത്. ചിലത് ആർബോറിയൽ, മരത്തിൽ ജീവിക്കുന്നത്. ചിലത് സെമി അക്വാട്ടിക്, ചിലത് അക്വാട്ടിക്, ചിലത് ടെറസ്ട്രിയൽ. പക്ഷെ പല ലൈൻസ് ഓഫ് എവല്യൂഷൻ ആണെങ്കിലും ഇവർക്കെല്ലാം എന്തുണ്ട്? ഒരു കോമൺ ആൻസിസ്റ്റർ. പക്ഷെ അവരെല്ലാം എവിടെ തന്നെയാണ് ഇവോൾവ് ചെയ്തത്? വിത്തിൻ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്, സെയിം ജോഗ്രഫിക്കൽ ഏരിയയിലായിരിക്കും, അഡാപ്റ്റീവ് റേഡിയേഷനിൽ. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ഡാർവിൻസ് ഫിഞ്ചസ്. നമ്മൾ പറഞ്ഞു ഡാർവിൻ ഗാലപ്പാഗോസ് ഐലൻഡ്സിൽ ഒബ്സർവേഷൻ നടത്തി അല്ലേ? ആ സമയത്ത് ഡാർവിനെ ഏറ്റവും അതിശയിപ്പിച്ചത് ഒരു ചെറിയ തരം പക്ഷിയായിരുന്നു, ഒരു കറുത്ത നിറത്തിലുള്ള പക്ഷി. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ഡാർവിൻസ് ഫിഞ്ച് എന്നാണ്. ഈ ഫിഞ്ചസ് അവിടെ പലതരത്തിലുള്ള ഫിഞ്ചസിനെ കാണാൻ പറ്റി. ഈ ഗാലപ്പാഗോസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അപ്പോൾ പല ഐലൻഡ്സിലും പോയപ്പോഴും എല്ലായിടത്തും ഫിഞ്ചസിനെ കാണാൻ പറ്റി. പക്ഷേ അവരുടെ ബീക്കിലുള്ള ഡിഫറൻസ് ഇദ്ദേഹത്തെ അതിശയിപ്പിച്ചു. അപ്പോൾ കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ഡാർവിൻ കൺക്ലൂഡ് ചെയ്തത് എന്താണ്? അവിടെ നടന്നത് അഡാപ്റ്റീവ് റേഡിയേഷനാണ്. അതായത് ഈ ഫിഞ്ചസ് ആദ്യം ആ മെയിൻ ഐലൻഡിൽ തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്തത്. അവിടെ പക്ഷേ അവരുടെ എണ്ണം കൂടി, കോമ്പറ്റീഷൻ കൂടി. അപ്പം ഒറിജിനൽ പ്ലേസിൽ നിന്ന് അവർ കുറേശ്ശെ റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങി അടുത്തുള്ള ഐലൻഡ്സിലോട്ട്. പക്ഷെ ഇതെല്ലാം ഗാലപ്പാഗോസ് ഐലൻഡ് തന്നെയാണ്, സെയിം ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് ആണ്. പക്ഷെ അവർ മൈഗ്രേറ്റ് ചെയ്തു തുടങ്ങി. അപ്പോഴേക്കും അവരുടെ ഫുഡ് ഹാബിറ്റ് കുറച്ച് മാറി. ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഹാബിറ്റിൽ നിന്ന് ഒരെണ്ണം ചിലപ്പോൾ ഫ്രൂട്ട് ഈറ്റിംഗ് ആയി, മറ്റേത് ഇൻസെക്ടിവോറസ് ആയി, വേമിനെ കഴിക്കാനായി. അങ്ങനെ പല ഹാബിറ്റാറ്റിലോട്ട് അല്ലെങ്കിൽ പല ഫുഡ് ഹാബിറ്റ് അഡോപ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ ബീക്കിൻ്റെ സ്ട്രക്ചറും സ്ലോലി അവർ കഴിക്കുന്ന ആ ഫുഡിൻ്റെ ക്യാപ്ചറിന് വേണ്ടിയിട്ട് അഡാപ്റ്റഡ് ആയിട്ട് മോഡിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഡൈവേർജൻ്റ് എവല്യൂഷൻ്റെ ഓപ്പോസിറ്റ് ആണ് കൺവേർജൻ്റ് എവല്യൂഷൻ. ഡൈവേർജ് ചെയ്യാൻ എന്ത്? സ്പ്രിറ്റായി പോവുക അല്ലേ? അതേസമയം കൺവേർജ് ചെയ്യാൻ കൂടിച്ചേരുക. അപ്പോൾ പല അൺറിലേറ്റഡ് ആനിമൽസിൽ എന്തായിരിക്കും? ഒരു കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ബേർഡ്സിൻ്റെയും ബാറ്റ്സിൻ്റെയും ഇൻസെക്ട്സിൻ്റെയും വിങ്സ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബേർഡ്സിലെന്ന് പറഞ്ഞാൽ ഫെതേഴ്സ് കൊണ്ടാണ് വിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാറ്റ്സിലോ ഈ ബോൺസിന് മേളിൽ ഒരു സ്ട്രെച്ച് ഓഫ് സ്കിന്നാണ്. അതേസമയം ഇൻസെക്ട്സിൽ വരുമ്പോൾ മെംബ്രെയിനാണ്. പക്ഷേ ഇതെല്ലാം എങ്ങനെ വന്നു? കമ്മിങ് ടു എ കോമൺ ഫംഗ്ഷൻ, ദറ്റ് ഈസ് കൺവേർജിങ് ടു എ കോമൺ ഫംഗ്ഷൻ, ദറ്റ് ഈസ് ഫ്ലൈറ്റ്. ഇതിനെയാണ് നമ്മൾ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്, പാരലൽ എവല്യൂഷൻ. ഈ പാരലൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സിമിലർ ക്യാരക്ടേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ആനിമൽ ഗ്രൂപ്പ്സ് ഓഫ് കോമൺ ആൻസെസ്ട്രി ഷെയറിങ് സിമിലർ ഹാബിറ്റാറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ്. അതായത് ഡിഫറെൻറ്റ് ആനിമൽ ഗ്രൂപ്പ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് തന്നെയാണ് നല്ലൊരു എക്സാമ്പിൾ മാസൂപ്പിയൽസും പ്ലസൻറ്റൽ മാമൽസും. അവർക്ക് കോമൺ ആൻസെസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു മാസൂപ്പിയൽസും ഒരു കോമൺ ആൻസെസ്ട്രിയിൽ നിന്ന് അവർ ഡൈവേർജ് ചെയ്ത് വന്നു. മെയിൻ ലാൻഡിൽ മാസൂപ്പിയൽ കോമൺ ആൻസെസ്ട്രിയിൽ നിന്നാണ് പ്ലസൻറ്റൽ മാമൽസും ഉണ്ടായത്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ആനിമൽ ഗ്രൂപ്പ്സ് ആണ്. ദേ ഇൻഡിപെൻഡൻ്റ്ലി ഡെവലപ്പ് സിമിലാരിറ്റീസ്. അവർക്ക് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എവിടെയാണ്? ദേ ആർ ഹാവിങ് എ കോമൺ ആൻസെസ്റ്റർ ആൻഡ് ഷെയറിങ് സിമിലർ ഹാബിറ്റാറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ്. അതായത് രണ്ട് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിലാണ്, പക്ഷെ അവർ താമസിക്കുന്ന ഹാബിറ്റാറ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ എവല്യൂഷൻ. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ കാണാം. ഒരു ലൈൻ ഓഫ് എവല്യൂഷൻ കാണിക്കുന്നത് എങ്ങനെയാണ് മാസൂപ്പിയൽസ് ഇവോൾവ് ചെയ്തതെന്ന്, പക്ഷേ മറ്റേ ലൈൻ ഓഫ് എവല്യൂഷൻ കാണിക്കുന്നത് എങ്ങനെയാണ് പ്ലസൻറ്റൽ മാമൽസ് മെയിൻ ലാൻഡിൽ ഡെവലപ്പ് ചെയ്തതെന്ന്. പക്ഷെ നിങ്ങൾക്ക് കാണാം ഒരു വളരെ സ്ട്രൈക്കിംഗ് കോറിലേഷൻ അല്ലേ അവരുടെ ഡെവലപ്മെൻറ്റിലുള്ളത്. മെയിൻ ലാൻഡിൽ വുൾഫ് ഉണ്ടായപ്പോൾ അപ്പുറത്ത് എന്തുണ്ടായി? ഓസ്ട്രേലിയയിൽ ടാസ്മേനിയൻ വുൾഫ് അല്ലേ? ഫ്ലൈയിങ് ഫാലഞ്ചസും ഫ്ലൈയിങ് സ്ക്യൂറൽസും, അങ്ങനെ എല്ലാം ഒരു കോറിലേഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ എവല്യൂഷൻ. ഇനി മറ്റുള്ള എവിഡൻസസ് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് പ്രയോജനപ്രദമായെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം.